സംസ്ഥാനത്ത് ഏറ്റവും ശ്രദ്ധേയമായ മണ്ഡലങ്ങളിലൊന്നാണ് തൃക്കാക്കര. തൃക്കാക്കരയിലെ സിറ്റിംഗ് MLA തന്നെയാണ് ഇത്തവണയും മത്സരിക്കുന്നത്. സ്ഥാനാർത്ഥി പ്രഖ്യാപനമൊക്കെ തന്നെ വന്നു കഴിഞ്ഞിരിക്കുന്നു. അതിനു മുൻപേ തന്നെ പ്രധാനപ്പെട്ട ആളുകളെയൊക്കെ കണ്ട് തന്നെ വോട്ട് അഭ്യർത്ഥിക്കുകയും മറ്റ് നീക്കങ്ങളൊക്കെ തന്നെ നടത്തിയിരുന്നു. ഇപ്പോൾ റോഡ് ഷോ അടക്കം നടത്തിക്കൊണ്ട് തന്നെ മണ്ഡലത്തിൽ വീണ്ടും സജീവമായിരിക്കുകയാണ് ഉമാ തോമസ്. എങ്ങനെയുണ്ട്, എത്രത്തോളം പ്രതീക്ഷയുണ്ട് മണ്ഡലത്തിൽ? അത് സംശയമുണ്ടോ? 100%. ഞങ്ങൾ ടീം UDF ഇപ്രാവശ്യം ഞങ്ങൾ ഭരണത്തിലേറുക തന്നെ ചെയ്യും. ഒരു സംശയമില്ല, തൃക്കാക്കരയായിരിക്കും അതിലൊന്നാമത്തെ സ്ഥാനം. രണ്ട് എതിർ സ്ഥാനാർത്ഥികൾ, ഒരിടത്ത് അഖിൽമാരാർ വരുന്നു, മറ്റൊരു സ്ഥാനാർത്ഥിയും കൂടി പുഷ്പദാസ്. അങ്ങനെ രണ്ട് പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികൾ തന്നെയാണ്. ഒരുപക്ഷെ വാശിയേറിയ മത്സരമെന്ന് എല്ലാവരും പ്രതീക്ഷിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എപ്പോഴും ഇലക്ഷൻ വരുമ്പോൾ എതിർ സ്ഥാനാർത്ഥികൾ ഉണ്ടാവണമല്ലോ, അല്ലെങ്കിൽ ഒറ്റയടിക്ക് അങ്ങ് ജയിച്ചു പോവില്ലേ. അപ്പോൾ സ്ഥാനാർത്ഥികളൊക്കെ ഉണ്ടാവട്ടെ, അങ്ങനെ ഉണ്ടായാലല്ലേ ഒരു മത്സരം ഉണ്ടാവുള്ളൂ. അതൊക്കെ നേരിടാനായിട്ട് നല്ല ശക്തമാണ്. UDF വളരെ ശക്തമായിട്ട് തന്നെ അതിന് എതിരെ പോരാടും. നേരത്തെ ചില പേരുകളൊക്കെ ഒരുപക്ഷെ തൃക്കാക്കരയിൽ ഒരു മാറ്റം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ അത്തരമൊരു ആശങ്ക എന്തായാലും MLAയുടെ മനസ്സിലുണ്ടായില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഒരു ഉറപ്പ് നേതൃത്വത്തിൻ്റെ ഭാഗത്ത് തന്നെ കിട്ടിയിരുന്നു. ഉറപ്പായിട്ടും ഞാൻ പ്രവർത്തിച്ചത് ഞങ്ങളുടെ ടീം എനിക്കൊരു വീഴ്ച സംഭവിച്ചപ്പോൾ പോലും എൻ്റെ ടീം എങ്ങനെ പ്രവർത്തിച്ചിരുന്നു എന്നുള്ളത് നന്നായിട്ടറിയാം. അതുകൊണ്ട് തന്നെ ഒരു മാറ്റവും ഉണ്ടാവില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. മുൻവർഷത്തെ പോലെയല്ല, ഇപ്പോൾ MLA തന്നെ പറയുന്നുണ്ട് ഭരണത്തിലേക്ക് UDF എത്തും. അപ്പോൾ മറ്റു ചില പ്രതീക്ഷകളൊക്കെ ഉണ്ടാവും സ്വാഭാവികമായിട്ടും. അതോടൊപ്പം തന്നെ ഒരുപക്ഷെ കുറേ കൂടി പരിചിതമായിട്ടുണ്ട് രാഷ്ട്രീയം. അതിൻ്റെ നേരത്തെ പിടിയുടെ ഒപ്പം നടന്ന് കണ്ടിട്ടുള്ള രാഷ്ട്രീയമല്ല, ഇപ്പോൾ നിലവിൽ തൃക്കാക്കരയിൽ നടന്ന് കണ്ടിട്ടുള്ള രാഷ്ട്രീയം. എങ്ങനെയുണ്ട് പൊതുവെ തൃക്കാക്കരയുടെ ഒരു മനസ്സിപ്പോൾ? അതെ, ഞാൻ പറഞ്ഞേ വളരെ സന്തോഷമാണ്. തൃക്കാക്കരയിലെ ടീം UDF എന്ന് ഞാൻ പറയുമ്പോൾ എല്ലാവരും ഒറ്റക്കെട്ടായി ഒരുമിച്ച് തന്നെയാണ് പോകുന്നത്. ഞങ്ങൾക്ക് വേർതിരിവില്ലാതെ എല്ലാവരും ചേർന്ന് ഒറ്റക്കെട്ടായി ഒരുമിച്ച് എണ്ണയിട്ട യന്ത്രം പോലെ ഞങ്ങൾ പ്രവർത്തിക്കും. ഒരു സംശയമില്ല. കഴിഞ്ഞ പ്രാവശ്യം നമ്മളുടെ ബൈ ഇലക്ഷനിലൂടെയാണ് നേടിയതെങ്കിൽ ഇപ്രാവശ്യം നേരിട്ടുള്ള ഇലക്ഷനിൽ ഉറപ്പായിട്ടും അതിനേക്കാൾ ഭൂരിപക്ഷത്തിൽ ജയിക്കാനാവും. എന്തായാലും എല്ലാവിധ ആശംസകളും. ഇതാണ് MLAക്ക് പറയാനുള്ളത്. വലിയ ആത്മവിശ്വാസത്തിലാണ്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ രണ്ടാം തവണ വീണ്ടും MLA ആകാനുള്ള ശക്തമായ പോരാട്ടത്തിൽ തന്നെയാണ് ഉമാ തോമസ് ഒരുങ്ങിയിരിക്കുന്നത്. ക്യാമറമാൻ വിപിനൊപ്പം KK പ്രശാന്ത്, അമൃത ന്യൂസ്, കൊച്ചി.